ഇംഗ്ലണ്ടുമായിട്ടുള്ള T20 പരമ്പര ബുധനാഴ്ച തുടങ്ങാനിരിക്കവേ ഇന്ത്യൻ ആരാധകർ മുഴുവൻ കാത്തിരിക്കുന്നത് കൗമാര ബാറ്റിംഗ് സെൻസേഷൻ വൈഭവ് സൂര്യവംശിയുടെ അരങ്ങേറ്റത്തിനാണ് കേട്ടോ. അയർലൻഡുമായിട്ടുള്ള T20 പരമ്പരയിൽ 15-കാരൻ അരങ്ങേറുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അത് സംഭവിച്ചില്ല. എന്നാൽ ഇംഗ്ലണ്ടിൽ ആദ്യ മാച്ചിൽ തന്നെ വൈഭവിനെ കയറൂരി വിടാനാണ് കോച്ച് ഗൗതം ഗംഭീർ തീരുമാനിച്ചിരിക്കുന്നത് കേട്ടോ. ടീമിൻ്റെ പുതിയ ഓപ്പണിംഗ് ജോഡികളെക്കുറിച്ചുള്ള നിർണായക സൂചനയാണ് പരിശീലന സെഷനിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത്. പുതിയ ഓപ്പണിംഗ് കോംബോ എങ്ങനെയായിരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ T20യിലെ ഇന്ത്യൻ ഫസ്റ്റ് ചോയ്സ് ഓപ്പണിംഗ് ജോഡികളായ അഭിഷേക് ശർമ്മയും അതേപോലെ തന്നെ മലയാളി താരം സഞ്ജു സാംസണെയും ഒടുവിൽ മാറ്റാൻ ഗൗതം ഗംഭീർ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ തുടക്കം എന്നായിരിക്കും ഇംഗ്ലണ്ടുമായിട്ടുള്ള ആദ്യ T20യിൽ നമുക്ക് കാണാനാവുക. സഞ്ജുവും ഇന്ത്യൻ ക്രിക്കറ്റിലെ വണ്ടർ കിഡായ വൈഭവ് സൂര്യവംശിയും കൂടിയിട്ടായിരിക്കും ഓപ്പണിംഗ് ഇറങ്ങാനായിട്ട് പോകുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ പ്രാക്ടീസ് സെക്ഷനിൽ വൈഭവും സഞ്ജു സാംസണും കൂടിയിട്ടായിരുന്നു കേട്ടോ നെറ്റിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. ഹർഷിത് റാണൻ്റെ ബോളൊക്കെ മിക്കതും ഫേസ് ചെയ്തിരുന്നത് വൈഭവ് സൂര്യവംശിയായിരുന്നു. അതിനുശേഷം ആയിരുന്നു സഞ്ജു സാംസൺ ബാറ്റ് ചെയ്യാനും വന്നത് കേട്ടോ. എന്നാൽ അഭിഷേക് ശർമ്മ ബാറ്റിംഗ് പരിശീലനത്തിൽ നിന്ന് മാറി നിൽക്കുന്നതായിരുന്നു കേട്ടോ കണ്ടിട്ടുണ്ടായിരുന്നത്. അതോടുകൂടിയിട്ടായിരുന്നു കേട്ടോ വൈഭവ് സൂര്യവംശിയും സഞ്ജു സാംസണും കൂടിയിട്ടാണ് ഓപ്പണിംഗ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിന് ഏകദേശം തീരുമാനമായിരിക്കുന്നത്. സഞ്ജുവും വൈഭവ് സൂര്യവംശിയും ഓപ്പണിംഗ് ഇറങ്ങുന്നതോട് കൂടിയിട്ട് അഭിഷേകിൻ്റെ റോള് എന്താവും എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഓപ്പണിംഗ് സ്പെഷ്യലിസ്റ്റായ അദ്ദേഹത്തിനെ മറ്റൊരു പൊസിഷനിൽ കളിപ്പിക്കാൻ എന്തായാലും ടീം മാനേജ്മെൻറ്റ് തയ്യാറാവില്ല കേട്ടോ. പിന്നെ ഓപ്ഷൻ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിഷേകിന് വിശ്രമം എന്ന് തന്നെയാണ്. എന്നാൽ ഇവരെ 3 പേരെയും മാറ്റാതെ തന്നെ ഒരു ഓപ്ഷനും ഇന്ത്യൻ ടീമിന് കാണുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, അഭിഷേക് ശർമ്മയും സൂര്യവംശിയും കൂടിയിട്ട് ഓപ്പൺ ചെയ്യുകയും 1 ഡൗൺ സ്ഥാനത്തിലേക്കായിട്ട് സഞ്ജു സാംസൺ ഇറങ്ങുകയും ചെയ്യില്ലാണ് കേട്ടോ അങ്ങനെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഉണ്ടെങ്കിൽ സൂര്യവംശിക്കായിട്ട് ഒരാൾ മാറി നിൽക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ മാറി നിൽക്കുന്നത് എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞാൽ ഓൾറൗണ്ടർ കൂടിയായിട്ടുള്ള സൂര്യാൻഷു ഷെഡ്ജിയെ ടീമിൽ നിന്ന് മാറ്റുന്നത് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഒരു ഓപ്ഷൻ കാണുകയെന്നുണ്ടെങ്കിൽ ബാറ്റിംഗ് സ്ട്രെങ്ത്ത് കുറച്ച് കൂടുമെന്ന് മാത്രമല്ല ഒരു ബോളറിൻ്റെ കുറവ് അവിടെ കാണേണ്ടതായിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെ അങ്ങനെ ഒരു പരീക്ഷണത്തിന് ഇന്ത്യൻ ടീം മുതിരുമോ എന്നുള്ളതെല്ലാം നാളെ കണ്ടറിയാം കേട്ടോ. എന്നാൽ പ്ലേയിങ് ലെവലിലെ മറ്റുള്ളവർ ആരായിരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷാൻ കിഷാനെ എന്തായാലും ടീമിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. അദ്ദേഹത്തിന് എന്തായാലും 3-മോ 4-മോ പൊസിഷനിൽ എന്തായാലും ഇറക്കുമെന്നുള്ള കാര്യം കൺഫേമാണ്. അതേപോലെ തന്നെ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ 5-മോ പൊസിഷനിലേക്കായിട്ട് തിലക് വർമ്മയും അങ്ങനെ തന്നെ ഉണ്ടാവും. അതിനുശേഷം നോക്കുകയാണെങ്കിൽ ശിവൻ ദുബെയും അതേപോലെ തന്നെ ഹർഷിത് റാണ, ഫാസ്റ്റ് ബോളറായിട്ടുള്ള ഹർഷ്ദീപ് സിംഗ്, ഓൾറൗണ്ടറായിട്ടുള്ള അക്ഷർ പട്ടേലിനെ അതേപോലെ തന്നെ ടീമിൽ നിലനിർത്താനാണ് ചാൻസ് കാണുന്നത് കേട്ടോ. ഇനി അയർലൻഡുമായിട്ടുള്ള മത്സരത്തിലെ പ്ലേയിങ് ലെവലിൽ നിന്നും ഇംഗ്ലണ്ടിലേക്ക് വരുന്ന സമയത്ത് ചേഞ്ചസ് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ മിക്കവാറും ഒരു ചേഞ്ചസേ വരാൻ ചാൻസ് ഉള്ളൂ. അതെങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വൈഭവ് സൂര്യവംശിക്കായിട്ടുള്ളൊരു ചേഞ്ച് മാത്രമാവാനാണ് ചാൻസ് ഉള്ളത് കേട്ടോ.